ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഭഗവാനെ, സമയം എത്രയായാലോ 5 മണിക്ക് മുൻപായി അശ്വിൻ സാറിൻ്റെ വീട്ടിലെത്തണം എന്നല്ല പറഞ്ഞത്. എന്നെ കണ്ടില്ലെങ്കിൽ അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം. ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കണ സമയത്ത് തങ്കൻ അങ്കിൾ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്കിൾ എന്താ ഇവിടെ? മോളുടെ ഭർത്താവ് ഓഫീസിലെ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ. വഴി ചോദിച്ച അയാൾ എന്റെ കയ്യിലാ വന്ന് വിട്ടത്. ഞാനതിങ്ങ് വാങ്ങി ഇങ്ങ് കൊണ്ടുവന്നു എന്ന് പറയാട്ടോ. എന്നിട്ട് ശ്രുതി നോക്കുമ്പോൾ ഒന്ന് അമ്മായിയുടെ പേരിലാണ്. ഇതെന്താ അമ്മായിക്കുള്ള കവർ വന്നിരിക്കുന്നേ? അപ്പോഴേക്കും നമ്മുടെ അമ്മായി വരുന്നുണ്ട്. എന്താ എന്ന് ചോദിച്ചിട്ട്, ദേ ഇത് അമ്മായിക്കുള്ളതാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ തങ്കം കൊണ്ടുവന്നത്? തങ്കനിപ്പോ അശ്വന്റെ ഓഫീസിലാണോ ജോലി? എൻ്റെ പൊന്നു രാധേ, നിങ്ങളുടെ രാധയൊന്നും ഇവിടെ ഇല്ല. അയ്യോ, ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. അശ്വിൻ സാറിന്റെ ഓഫീസിൽ നിന്ന് ഒരു പയ്യൻ കൊണ്ടുവന്ന് തന്നതാ. ഛേദമില്ലാത്ത ഒരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ച് ഞാനിങ്ങ് കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയട്ടോ തങ്കൻ. എന്നാ പിന്നെ തങ്കം പോയാട്ടെ. ഓ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് തങ്കൻ അങ്ങ് പോവാണ്. അങ്ങനെ രാധ ആ കവറ് പൊട്ടിക്കുമ്പോൾ അതിൽ പ്രീതിയുടെയും ആകാശിന്റെയും കല്യാണ ഫോട്ടോ ആയിരിക്കട്ടോ. നല്ല രസമുണ്ടല്ലേ? റിമീളെടുത്തി എന്ന് വിളിച്ചിട്ട് രാധ അങ്ങ് അകത്തേക്ക് പോവാണേ. അമ്മായിക്ക് കല്യാണ ഫോട്ടോസ് എനിക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞ് തുറക്കാൻ പോകുമ്പോഴേക്കും അശ്വിൻ ഫോൺ വിളിക്കാട്ടോ ശ്രുതിയെ. ഹലോ ശ്രുതികുമാരി ലക്ഷ്മി, എൻ്റെ മെസ്സഞ്ചർ കൊണ്ടുവന്ന് തന്നത് അവിടെ എത്തിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മയും അമ്മായിയും നല്ല സന്തോഷത്തിലായിരിക്കും അല്ലേ? നീ ഇവിടെ വന്ന് ജോലി തേടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീയായിട്ട് രാജിവെച്ച് പോവേണ്ടി വരുമെന്ന്. അത് അങ്ങനെ തന്നെയാ സംഭവിച്ചേ. അതുപോലെ തന്നെ ആകാശും പ്രീതിയും പ്രണയത്തിലായപ്പോൾ നിന്നോട് പറഞ്ഞു മനോരമ ആന്റിയെ കൺവിൻസ് ചെയ്തിട്ട് ഞാനായിട്ട് അവരുടെ കല്യാണം നടത്തിക്കോളാം എന്ന്. അതും നടന്നിരിക്കാം. ഇനി നിന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞത് തന്നെ നടന്നിരിക്കും. നിനക്കും ഞാനൊരു കവർ കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. ഈ കോൾ കട്ട് ചെയ്യാതെ തന്നെ അതൊന്ന് തുറന്നു നോക്കിയേ എന്ന് പറയട്ടോ അശ്വിൻ. എന്നിട്ട് ശ്രുതി അത് തുറന്നു നോക്കുമ്പോൾ ഡിവോഴ്സ് നോട്ടീസ് ആയിരിക്കും കേട്ടോ. ഹലോ എന്ന് തിരിച്ചു പറയുമ്പോൾ 1 മണിക്കൂറിനകം നീ വീട്ടിലെത്തിയില്ലെങ്കിൽ എൻ്റെ അനിയൻ ആകാശ് അതിൽ സൈൻ ചെയ്തിരിക്കും. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ നടക്കും, നീ പറഞ്ഞാൽ അത് നടക്കില്ല. അതാണ് ശ്രുതി നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നിന്റെ മുൻപിലുള്ളത് ഇനി 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ നിന്റെ ചേച്ചി നന്നായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ എൻ്റെ അനിയനുമായിട്ട് വേർപിരിഞ്ഞ് നിന്റെ ചേച്ചി നിന്റെ വീട്ടിൽ വന്ന് നിൽക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നീ കരുതുന്നതെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നീ സായിറാം കുടുംബത്തിൽ തന്നെ തിരിച്ചെത്തണം. ശ്രുതി ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതെന്താ നിന്റെ കയ്യിലുള്ളത്? ഫോട്ടോ ആണോ? അല്ല, ഇത് ഓഫീസിലെ പേപ്പറാണ്. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി ഉള്ളിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആകാശിനെ വിളിക്കുകയാണേ. ഹലോ ആകാശ് സാർ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. എങ്കിൽ പിന്നെ കോഫി മെറ്റിലേക്ക് വന്നോളൂ, അവിടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറയാം കേട്ടോ ശ്രുതി. എന്നിട്ട് ആകാശ് അവിടെ എത്തുകയും അവിടെ നിന്ന് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എന്തിനായിരിക്കും ശ്രുതി ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞത്? ഇനി അമ്മയും പ്രീതിയും തമ്മിൽ വല്ല വഴക്കും ഉണ്ടായോ? അങ്ങനെയാണെങ്കിൽ പ്രീതി വിളിച്ചപ്പോൾ എന്തെങ്കിലും ഒരു സൂചന തരണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് മറ്റൊരാൾ കടന്നു വരികയാണേ. അങ്ങനെ മീറ്റിംഗ് നടത്താനുള്ള ആ ആളാണ് കേട്ടോ വരുന്നത്. പിന്നാലെ നമ്മുടെ അശ്വിനും ഉണ്ട്. അല്ല, ചേട്ടൻ വരില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ മീറ്റിംഗ് ക്യാൻസലായി, അതുകൊണ്ടാണ് ഞാൻ പ്രസാദിന്റെ കൂടെ വന്നത്. അങ്ങനെ അയാൾക്ക് ഫയലൊക്കെ കൊടുത്തിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ വരവ്. അശ്വിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകാശിനെ കണ്ടതും ഹായ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിനും ഹായ് എന്ന് പറയണേ. അശ്വിനെ കാണുന്നതും നമ്മുടെ ശ്രുതിക്ക് വല്ലാണ്ടാവുകയാണ് കേട്ടോ. അപ്പം മീറ്റിങ്ങിന് വന്നിരിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഓക്കെ, കോർട്ടിൽ നിന്നും കൂടി ഓർഡർ കിട്ടിയ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, ആകാശേ ആ ഡോക്യുമെന്റ് ഒക്കെ വായിച്ചു നോക്കി ഓക്കെ ആണെങ്കിൽ അതിലിപ്പോൾ തന്നെ സൈൻ ചെയ്തേക്ക്. ഇതൊക്കെ ചേട്ടൻ വായിച്ചതല്ലേ? ചേട്ടൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ലല്ലോ ആകാശേ, ഞാൻ വായിച്ചു നോക്കിയതാണെങ്കിലും നീ വേണമല്ലോ സൈൻ ചെയ്യാൻ. ചേട്ടനെ എനിക്ക് വിശ്വാസമായെന്ന് പറഞ്ഞിട്ട് ആകാശ് ആ ഫയലിൽ ഒപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് ഓടി വന്നിട്ട്, ആകാശ് സാർ ഇതിൽ ഒപ്പിടരുത്. എന്ത് ഭാവിച്ചാ ആകാശ് സാർ ഇതിൽ ഒപ്പിടുന്നത്? അയ്യോ ശ്രുതി, ഞങ്ങളുടെ ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, സാർ എന്ത് ഭാവിച്ചാ ഇതിൽ ഒപ്പിട്ടത്? അത് വളരെ മോശമായിപ്പോയി. എന്ത് മോശം? ചേട്ടൻ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇതിൽ ഒപ്പിട്ടത്. എന്നിട്ട് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുക. ആകാശ്, ഈ ഒരു ഡീലുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ മറ്റേ ആള് പറയുന്നുണ്ട്, ഇനി ഇതിനായിട്ടുള്ള കോർട്ടിൽ നിന്ന് അനുകൂലമായിട്ട് ഒരു വിധി കൂടി വന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി വിചാരിക്കുന്നത് ഡിവോഴ്സ് നോട്ടീസിൽ തന്നെ ഒപ്പിട്ട് എന്നുള്ള കാര്യമാണേ. അതെ, കോർട്ടിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടേ വിധി വരുള്ളൂ, അതെനിക്ക് ഉറപ്പാ എന്ന് ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ടാട്ടോ നമ്മുടെ അശ്വിൻ പറയുന്നത്. ശ്രുതിയാണെങ്കിൽ അശ്വിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ചിരിക്കേണ്ട അശ്വിൻ സാറാം, എന്റെ ചേച്ചിക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല നിങ്ങൾ കാരണം
എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണേ. അതിനിടയ്ക്ക് നമ്മുടെ ആകാശിനെ ഓരോന്ന് പറഞ്ഞിട്ട് അശ്വിൻ ആകാശിന്റെ ഫോണുമായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ശ്രുതി, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, നമുക്കിനി വീട്ടിൽ വെച്ച് കാണാം. അയ്യോ ആകാശ് സാർ എന്ന് വിളിക്കുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, സമയം മെനക്കെടുത്തല്ലേ ആകാശേ, നിങ്ങൾ വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ മതി. നീ ഇപ്പൊ തന്നെ പോയി ആ അഡ്വക്കേറ്റിനെ കാണാ. ശ്രുതി, ഞാനിപ്പോൾ പോവാ, നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ് അങ്ങ് പോവാണ്. എന്താ ശ്രുതികുമാരി ലക്ഷ്മി നീ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? ഞാനതിനൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ അത് താങ്ങുമോ? താങ്ങില്ല ശ്രുതികുമാരി. ഞാനൊരു കാര്യത്തിന് ഒരുമ്പെട്ട് ഇറങ്ങിയാൽ അത് നടത്തിയെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാട്ടോ. നോക്ക്, നീ 1/2 മണിക്കൂറിനുള്ളിൽ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇപ്പൊ ആകാശ് സൈൻ ചെയ്ത ആ പേപ്പറിന്റെ ഒരു കോണിൽ നിന്റെ ചേച്ചി പ്രീതിയും സൈൻ ചെയ്തിരിക്കും. പിന്നെ അവിടെ സംഭവിക്കേണ്ടത് എന്താന്ന് നിനക്കറിയാലോ? ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ. നിന്റെ ചേച്ചി നിന്റെ വീട്ടിൽ തന്നെ വന്ന് നിൽക്കും. നിനക്കത് ഇഷ്ടമാണെങ്കിൽ പ്രൊസീഡ് ചെയ്തോ എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് പോവാണ്. തുടർന്ന് അശ്വിന്റെ വീട്ടിലാണെങ്കിൽ അഞ്ജലിയും മുത്തശ്ശിയും കുഞ്ഞൻ ശ്രുതിയുടെ വീട്ടിൽ പോയി കാണുമല്ലേ. അഞ്ജലി പോകാമെന്ന് നമുക്ക് വാക്ക് തന്നതല്ലേ, അതൊക്കെ പണ്ടായിരുന്നു. കുഞ്ഞൻ ഇപ്പോൾ നമ്മൾ കരുതുന്ന ആളല്ല എന്ന് പറയട്ടെ മനോരമ. എന്തൊക്കെയോ ഉഡായിപ്പുകൾ കൊണ്ട് നടക്കുന്നുണ്ട് അവർ രണ്ടുപേരും. മനോരമേ, നീ കുട്ടികളെ പറ്റി അതോ ഇതും പറഞ്ഞു നടക്കണ്ട. ഇവിടെ നിന്റെ അത്ര ഉടായ്പ് ആരും കൊണ്ടു നടക്കുന്നില്ല. എന്റെ മൈ ഗോഡ്, ഇത് കേട്ടില്ല അഞ്ജലി ബേബി. ഞാൻ തരികിടെ ഉടായ്പാണെന്ന്. ഞാനൊരു പാവായതുകൊണ്ട് എന്നെ എന്തും പറയാന്നാണോ? ദിസ് ഈസ് ടു മച്ച്. ഇനി ഇതിന്റെ പേരിൽ കരഞ്ഞു കൂട്ടണ്ട. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തമായിട്ട് അതിന് യോഗ്യതയുണ്ടോ എന്ന് കൂടി അറിയണം. അതിന് മദർ എന്തിനാ ഇത്ര റേസ് ആവുന്നത്? അശ്വിൻ ബേബി നമ്മളറിയാതെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നേ അന്നും ഇന്നും ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് അവൻ എന്താ ചെയ്തേ? നമ്മളോട് പോലും ചോദിക്കാതെ അവളെ വീട്ടിൽ പറഞ്ഞു വിട്ടേക്ക ക്ഷമാപണത്തിന്. ഇത് ന്യായമുള്ള കാര്യമാണോ അമ്മേ? ആന്റി ഒന്ന് സമാധാനിക്ക്. എന്ത് സമാധാനിക്കാൻ? ഇതൊക്കെ അനിയത്തിയുടെയും ചേച്ചിയുടെയും ഡ്രാമയാണെന്ന് തലയിൽ ആൾതാമസമുള്ള എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ എൻ്റെ മോനൊരു പാവമായതുകൊണ്ട് അവളുടെ മന്ത്രം കൊണ്ട് എൻ്റെ മോൻ അവളുടെ വലയിൽ വീണെന്നുള്ളത് ശരിയാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രീതി അവിടെ എത്താണ് കേട്ടോ. എത്തി. നമ്മളിവിടെ എന്ത് സംസാരിക്കുന്നു എന്ന് ചെവി വട്ടം പിടിച്ച് നിൽക്കവള്. എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? മറ്റുള്ളവർ സംസാരിക്കുന്നത് കേട്ട് ചെവി വട്ടം പിടിച്ച് അനിയത്തി വരുമ്പോൾ ഓതി കൊടുക്കാനാ ഇപ്പൊ ഇവള് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും പ്രീതിക്ക് വല്ലാണ്ടാവാണേ. മനോരമേ, സ്വന്തം സ്വഭാവം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇവിടെ എന്തിനും നിന്നെ പോലെ അവൾക്കും അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മൈ ഗോഡ്, കമ്മ, ഞാൻ നിങ്ങളുടെ മരുമോളല്ലേ? അവൾ എൻ്റെ മരുമോൾ. ഇവിടെയുള്ള ആരെക്കാളും അവളുടെ കാര്യത്തിൽ എനിക്കുള്ളതിനേക്കാൾ വലിയ അധികാരമൊന്നും ആർക്കും ഇല്ല എന്ന് പറയണേ. നിന്റെ മോന്റെ ഭാര്യയാണെന്ന് കരുതി കുട്ടിയെ അങ്ങനെ അപമാനിക്കുന്ന നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയട്ടെ മുത്തശ്ശി. എന്നിട്ട് പ്രീതിയെ നോക്കി പറയുന്നുണ്ട്, വന്ന് കേറിയപ്പോ തന്നെ മിണ്ടാപ്പൂച്ച കളിച്ച് എല്ലാരെയും കയ്യിലെടുത്തല്ലടി നീ. ഇവര് പറയുന്നതും കേട്ട് നീ എന്നോട് കൂടുതൽ നമ്പർ എടുക്കാനൊന്നും വരരുത്. നിന്റെയൊക്കെ കള്ളത്തരം പൊളിച്ചിട്ടേ ഈ മനോരമയ്ക്ക് റെസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണേ. മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ സമാധാനിപ്പിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ.